ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ നമ്മെ ഇടയാക്കിയ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം യിരെമ്യാ പ്രവചനം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 2 വാക്യം. ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു ബർത്തലോമായി. ഈ പേരിന് തൽമായിയുടെ മകൻ എന്നാണ് അർത്ഥം. ശിഷ്യന്മാരുടെ പേരുകൾ പ്രസ്താവിക്കുന്ന പുതിയ നിയമഭാഗങ്ങളിൽ മാത്രമേ ഈ ശിഷ്യനെ പരാമർശിക്കുന്നുള്ളൂ. അതും പേര് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ മറ്റു വിവരണമൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് സാക്ഷ്യം ലഭിച്ച നഥനയേലാണ് ബർത്തലോമായി എന്ന് പുതിയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പേരും ചുരുക്കം ഇടങ്ങളിൽ മാത്രമേ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. എന്നാൽ കപടമില്ലാത്ത ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അപ്പോസ്തലനായിരുന്നു നഥനയേൽ. ഈ അപ്പോസ്തലൻ ഇന്ത്യയിലേക്ക് വന്നു എന്ന പാശ്ചാത്യ പാരമ്പര്യങ്ങളിൽ കാണുന്നു. ഈ പകൽക്കാലം ബർത്തലോമായിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായി ശ്രമിക്കാം. ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലവും പ്രവർത്തനങ്ങളും. സമവീക്ഷണ സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും ബർത്തലോമായി എന്ന പേര് കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ നഥനയേൽ എന്ന പേര് കാണുന്നില്ല. എന്നാൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 2 വാക്യത്തിൽ നഥനയേൽ എന്നാണ് കാണുന്നത്. അതിനാൽ ബർത്തലോമായി നഥനയേൽ എന്നായിരിക്കാം ഈ ശിഷ്യന്റെ പൂർണ്ണ നാമം. ദൈവത്തിന്റെ ദാനം എന്നാണ് നഥനയേൽ എന്ന പേരിന്റെ അർത്ഥം. ഗലീലയിലെ കാന എന്ന ഗ്രാമത്തിലാണ് ഈ ശിഷ്യൻ ജനിച്ചു വളർന്നത്. ഫിലിപ്പോസ് ആണ് യേശുവിനെ കുറിച്ച് നഥനയേലിനോട് സാക്ഷിക്കുന്നതും കർത്താവിങ്കലേക്ക് കൊണ്ടുവരുന്നതും. അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ ഫിലിപ്പോസിന്റെ പേരിനു ശേഷമാണ് ബർത്തലോമായി എന്ന പേര് വരുന്നതും. ഫിലിപ്പോസ്, അന്ത്രയോസ് എന്നിവർ നഥനയേലിന്റെ സ്നേഹിതരായിരുന്നു എന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനാൽ നഥനയേലും മത്സ്യബന്ധനം നടത്തുന്ന വ്യക്തി തന്നെ ആയിരിക്കാമെന്നും പണ്ഡിതന്മാർ കരുതുന്നു. നഥനയേൽ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ യേശുവിൻ്റെ സാക്ഷ്യം കേട്ട നഥനയേലിന് അത്ഭുതം തോന്നുകയുണ്ടായി. നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നഥനയേൽ യേശുവിൽ വിശ്വസിക്കുകയും അവൻ കാത്തിരുന്ന മശിഹായെ കണ്ടെത്തുകയും ചെയ്തു. അത്തിയുടെ കീഴിൽ ഇരിക്കുക എന്നത് അന്നത്തെ കാലത്ത് ന്യായപ്രമാണം വായിക്കുന്നതിനും പഠിക്കുന്നതിനും ഉള്ള ആഗ്രഹത്തെയും അതിന് സമയം ചെലവഴിക്കുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത്. മാത്രമല്ല, ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പഠനത്തിനും അത്തിയുടെ ശീതളമായ തണൽ വിരിപ്പുകൾക്ക് കീഴെ ഇരുന്ന് ആത്മീയ കാഴ്ചപ്പാടോടെ ജീവിച്ച അപ്പോസ്തലനായിരുന്നു ബർത്തലോമായി അഥവാ നഥനയേൽ. രണ്ടാമതായിട്ട് ബർത്തലോമായി നഥനയേലിൻ്റെ രക്തസാക്ഷിത്വം. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ ശേഷം യെരുശലേമിൽ കൂടി വന്ന ശിഷ്യന്മാരുടെ പേരു വിവരണത്തിൽ ബർത്തലോമായിയെയും കാണുന്നു. തുടർന്ന് ഈ അപ്പോസ്തലനെ കുറിച്ച് ആദിമ സഭയുടെ ചില പാരമ്പര്യങ്ങളിൽ നിന്നും സഭാപിതാക്കന്മാരുടെ പരാമർശങ്ങളിൽ നിന്നും മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുള്ളൂ. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു എന്നും സുവിശേഷം പ്രചരിപ്പിച്ചു എന്നും പറയുമ്പോൾ ഇന്ത്യൻ സഭാ പാരമ്പര്യത്തിൽ ബർത്തലോമായി ഭാരതത്തിൽ വന്നതിനെ കുറിച്ച് സ്ഥിരീകരിക്കുന്ന രേഖകളൊന്നും തന്നെ ഇല്ല. എന്നാൽ അദ്ദേഹം അർമേനിയയിൽ സുവിശേഷം പ്രചരിപ്പിച്ചതായും അവിടെ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു എന്നും കാണുന്നു. മാത്രമല്ല, ജീവനോടുകൂടി തന്നെ ഈ വിശുദ്ധന്റെ ശരീരത്തിൽ നിന്നും തൊലി ഉരിയുകയും അതിനുശേഷം ക്രൂശിക്കുകയും തുടർന്ന് ശിരച്ഛേദം ചെയ്തു എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അപ്പോസ്തലന്റെ അപ്പോസ്തല ചിഹ്നം സമാന്തരമായി വച്ചിരിക്കുന്ന 3 കത്തികളാണ്. ഈ കത്തികൾ മനുഷ്യ ശരീരത്തിലെ 3 ചർമ്മം ഉരിയുന്നതിനെ സൂചിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നിഷ്കളങ്കരും ഹൃദയ പരമാർത്ഥതയും കൈമുതലാക്കി കാപട്യമില്ലാത്ത വിശ്വാസത്തിനുടമയായിരുന്ന ബർത്തലോമായി നമുക്ക് വിശ്വാസത്തിൽ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്പോസ്തലനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ യാത്രയിൽ ഈ അപ്പോസ്തലന്റെ ജീവിതം ഞങ്ങൾക്ക് പ്രചോദനമാക്കണമേ. ആമേൻ.